ഈ കഥയ്ക്ക് കടൽ എന്ന പേരിടാൻ ഒരു പ്രധാന കാരണമുണ്ട്. കടൽ ചിലപ്പോൾ അത് ശാന്തമായിരിക്കും, ചിലപ്പോൾ കലുഷിതവുമായിരിക്കും. അതുപോലെ തന്നെയാണ് മനുഷ്യ മനസ്സിലുണ്ടാകുന്ന വ്യതിയാനമാണ് ഈ കഥയ്ക്ക് ആസ്പദം. ഈ കഥ വെറും യാദൃച്ഛികമല്ല, യഥാർത്ഥ സംഭവമാണ്. നമുക്കിനി കഥയിലേക്ക് കടക്കാം. കവി കവി വാതി തുറക്കടി, എടി കവി. എന്താടി, ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? നീ ഉറങ്ങുമായിരുന്നു? സോറിടി. നിനക്കറിയില്ലേ, എനിക്ക് ഇന്നലെ നൈറ്റ് ആയിരുന്നെന്ന്. വന്നൊന്ന് കിടന്നുള്ളൂ, അപ്പോഴാ നീ വിളിച്ചത്. എമർജൻസി ആയോണ്ടാടി ഞാൻ വന്നത്. എന്താ ഇത്ര എമർജൻസി? ഇന്ന് രാവിലെ 106 ഒരു പുതിയ പേഷ്യന്റ് വന്നു. കുറച്ച് ക്രിട്ടിക്കലാണ്. നിന്റെ അടുത്ത് വരാൻ ഡോക്ടർ പറഞ്ഞു, അതാ ഞാൻ വന്നത്. കവിത വന്നു? യെസ് ഡോക്ടർ, റിയ വന്ന് പറഞ്ഞു പുതിയ പേഷ്യന്റ് വന്നിട്ടുണ്ടെന്ന്. എന്തു പറ്റിയതാ? ആക്സിഡന്റ് കേസാണ്. പക്ഷേ പേഷ്യന്റ് കുറച്ച് ഡിപ്രസ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. കവി, നിനക്ക് എന്താടി പറ്റി? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണല്ലോ, ഒരു മൂഡ് ഓഫ്. വെയിറ്റ്, ആ പേഷ്യന്റിനെ കണ്ടതിന് ശേഷം നിനക്ക് ഈ മൂഡ് ഓഫ് തുടങ്ങിയത്? നിനക്ക് ആ കുട്ടിയെ അറിയോ? കവി, നിന്റെ അടുത്താ ഞാൻ ചോദിച്ചത്. നീ എന്തെങ്കിലും ഒന്ന് പറ. അത് പിന്നെ എടി, 106 പേഷ്യന്റിനെ ആരൊക്കെ വന്നിട്ടുണ്ട്. അവര് പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളോടത്ത് 2 പേരോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നിങ്ങള് പേഷ്യന്റിന്റെ ആരാ? ഞാനിവളുടെ ബെസ്റ്റ്. നീയോ? നീ എന്താ ഇവിടെ? നിനക്ക് ഇനി മതിയായില്ലേ? ഇവളെ ഇവളെ ഈ നിലക്കാക്കിയിട്ടും നിനക്ക് മതിയായില്ലേ? എല്ലാത്തിനും കാരണം നീയാ. നീ ഒറ്റൊരുത്തി കാരണം ഇവൾക്ക് ഈ ഗതികേട് വന്നത്. എന്നിട്ടും നീ എന്തിനാണ് വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ബഹളം വെക്കാണ്ടിരിക്കണമെങ്കിൽ ഇവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറ. ഇവള് ആരാ എന്താ ഒന്നും എനിക്ക് അറിയണ്ട. ഇവളെന്തായാലും എന്റെ ഫ്രണ്ടിന് ചികിത്സിക്കാൻ വരണ്ട. വന്ന ഞാൻ സമ്മതിക്കില്ല, കൊല്ലും ഞാൻ ഇവളെ. ഇവൾ ഒറ്റൊരുതി കാരണം ഇവളുടെ ജീവിതം. പോവടന്ന്, ഈ റൂമിൽ നിന്ന് കടന്നു പോവാൻ. കവി, ആരെവരൊക്കെ? ആ സ്ത്രീ എന്തിനാ നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? ഇതിനു മാത്രം നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? നിനക്ക് ഇവരൊക്കെ ഓൾറെഡി അറിയോ? കവി, എന്തേലും ഒന്ന് പറ. പറയാം. നീ എൻ്റെ അടുത്ത് പലതവണ ചോദിച്ചിട്ടില്ലേ ഞാൻ എന്തുകൊണ്ടാ ഒരു മാരേജിനെ പറ്റി ചിന്തിക്കാത്തതെന്ന്. എല്ലാം ഞാൻ പറയാം. അത് ഒരു 2-3 വർഷം മുൻപ് ഞാൻ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഹലോ, താൻ ഇതിനെയും കൊണ്ട് എങ്ങോട്ടാ? ഇത് മൃഗാശുപത്രി അല്ല. ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്നതാ. അത് തന്നെയാ പറഞ്ഞത്. പട്ടികൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ ഇത് മൃഗാശുപത്രി അല്ലാന്ന്. പട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കാനല്ല, കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കാനാ വന്നത്. കുട്ടിയോ? ഏത് കുട്ടി? എനിക്ക് തന്നെ. പോണ വഴിയിലേ
ഇവനെയും കൊണ്ട് ഞാൻ മൃഗാശുപത്രിയിൽ തന്നെ പോയത്. പോയി വരുന്ന വഴിയില് അവിടെ ഗേറ്റിന്റെ അവിടെ കൈയൊന്ന് തട്ടി. അപ്പൊ ചെറുതായിട്ട് മുറിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ചിലപ്പോ സെപ്റ്റിക് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം കുറച്ച് ഇരുമ്പിന്റെ അംശമുള്ളതാണേ. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോവാൻ പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാ ഇങ്ങോട്ട് വന്നത്. ഓ, അതിനു വേണ്ടിയായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്, പട്ടീനെ കൊണ്ട് കാറി വെക്കി. കാരണം മൃഗങ്ങളെ ഇറ്റ്സ് നോട്ട് അലൗഡ്. അതുകൊണ്ടാ നേരെ പോയിട്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തോ. ഹലോ മേഡം, ഓർമ്മയുണ്ടോ? ആ, താനല്ലേ ഇന്നലെ പട്ടീനെയും കൊണ്ടുവന്നത്? എന്തായി? സെപ്റ്റിക് ആയത് എന്തെങ്കിലും പ്രശ്നമായോ? അതൊന്നും പ്രശ്നമില്ല. ഇതുവഴി പോയപ്പോ ചുമ്മാ ഇങ്ങോട്ടൊന്ന് കേറിയതാ. ചുമ്മാ ഇതിലേക്ക് പോകുമ്പോ കേറി കാണാൻ ഇത് മ്യൂസിയം ഒന്നല്ല, ഹോസ്പിറ്റലാ. സിസ്റ്ററിന്റെ പേരെന്താ? അതറിയാൻ വേണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, അതറിയാൻ വേണ്ടിട്ടല്ല. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോ ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാ. സിസ്റ്റർക്ക് പേര് പറയാൻ മടിയുണ്ടെങ്കി പറയണ്ട എന്നല്ലേ. തൽക്കാലം അറിയണ്ട. സിസ്റ്റർ ഇവിടുത്തെ സിസ്റ്റർ ആണോ സിസ്റ്ററെ? അല്ല, ഞാൻ അവിടുത്തെ പേഷ്യന്റാ. കണ്ടിട്ട് അങ്ങനെയല്ലേ തോന്നുന്നത്. എടി കവി, വാ, ഡോക്ടർ വിളിക്കുന്നു. താനേ ഇവിടെ നിന്ന് നേരം കളയണ്ട, പോവാൻ നോക്ക്. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. അപ്പോ മോൻ ചെല്ല്. അവൻ ഇന്നും സെപ്റ്റിക് ആയോടി? കണ്ടിട്ട് സെപ്റ്റിക് ആയതല്ല. ഇങ്ങനെ പോയാ അവൻ ഡെയിലി ഇവിടേക്ക് വരും, എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കിയിട്ട്. സിസ്റ്ററെ, ഇവിടെ ഇരിക്കാറുള്ള വേറൊരു സിസ്റ്റർ ഇല്ലേ, ആളെവിടെയാ? തനിക്ക് ഏത് സിസ്റ്ററാ കാണേണ്ടത്? അത് പിന്നെ ആ സിസ്റ്ററിന്റെ പേര് ഞാൻ മറന്നുപോയി. അല്ല, മറന്നതല്ല, ആ സിസ്റ്റർ ഇതുവരെ എൻ്റെ അടുത്ത് പേര് പറഞ്ഞിട്ടില്ല. അന്ന് ആ സിസ്റ്ററിനെക്കാളും നല്ല ഭംഗിയാ, നല്ല ക്യൂട്ടാ, നല്ല ചബ്ബി ഫേസൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ കൊത്തിയാകും. അങ്ങനെ ബാക്കി ഇവിടെയുള്ള സിസ്റ്റർമാരൊന്നും ഭംഗിയില്ലെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആ സിസ്റ്ററെ പ്രത്യേക ലുക്കാ കാണാൻ, അതുകൊണ്ട് പറഞ്ഞതാ. അല്ലാതെ സിസ്റ്ററൊന്നും ഭംഗിയില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ, സമ്മതിച്ചു. തനിക്ക് കണ്ടത് കവീനല്ലേ? കവീനിയൊന്നല്ല, എനിക്ക് ഇവിടത്തെ നേഴ്സില്ലേ, ആളെ കാണണ്ട്. പൊട്ടാ, കവി എന്ന് പറഞ്ഞ അവളുടെ പേരാ, കവിത എന്നവളുടെ പേര്. കവിനെ ഷോർട്ടായിട്ട് വിളിക്കണതാ. ഓഹ്, അതുപോലെ അറിയാത്തൊരു മണ്ട. ഓ, അതായിരുന്നല്ലേ. എനിക്ക് ആ കുട്ടിയുടെ പേരറിയില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാ. സോറി. അല്ല, കവി എവിടെയാ? അവളെന്തിനാ താൻ അന്വേഷിക്കുന്നത്? തനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? എനിക്ക് വേറെ അസുഖമൊന്നുമില്ല. ആ കുട്ടിയെ കണ്ടാ കൊള്ളാന്നുണ്ടായിരുന്നു. ആ കുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കൂ. സോറി, തൽക്കാലം വിളിക്കാൻ പറ്റില്ല. അവൾക്ക് ഇന്ന് നൈറ്റാ, അതുകൊണ്ട് ഡേ ടൈമിൽ അവൾ ഇവിടെ ഉണ്ടായിരിക്കില്ല, ഹോസ്റ്റലിലായിരിക്കും. എങ്കിൽ ഞാൻ നൈറ്റ് വന്ന് കണ്ടോളാം. കണ്ടിട്ട് അസ്ഥിക്ക് പിടിച്ച പോലെ ഉണ്ട്, അല്ലാതെ അവളെ കാണാൻ ഇതുപോലെ കഷ്ടപ്പെടില്ല. നോക്കാം, എന്തായാലും അവളുടെ അടുത്ത് വിളിച്ച് പറ. അയ്യോ, 7 മണിയായി. ശരി, ഞാൻ പോട്ടെ. 7 മണിയല്ലായുള്ളൂ. സാധാരണ നീ 10 മണിയായിട്ടല്ലടാ വീട്ടിൽ കയറാറുള്ളൂ. ഇന്നെന്താടാ 7 മണിക്ക് വീട്ടില്? എന്തെങ്കിലും വിശേഷം ഉണ്ടോ? അതിനാര് വീട്ടിലേക്ക് പോണ്? ഞാൻ ഹോസ്പിറ്റലിലേക്കാ പോണത്. ഹോസ്പിറ്റലിലേക്കോ? അതിന് നിനക്കെന്താ അസുഖം? അസുഖമുള്ളവർ മാത്രാണ് ഹോസ്പിറ്റലിൽ പോവാ. എനിക്കൊരു അസുഖമില്ല. എനിക്ക് അവിടെ ഒരാളെ കാണാനുണ്ട്, അത്ര നീ അറിഞ്ഞാൽ മതി.
എൻ്റെ പൊന്നുമോനൊന്ന് അവിടെ നിന്നേ. കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നീ ഇങ്ങോട്ട് ഈ ഇടയ്ക്കിറങ്ങി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, അത് രാവിലെ പോകുന്നത്, പക്ഷേ ഇന്നെന്താ നൈറ്റ്? അപ്പോ എന്തോ ഉണ്ട്. കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. കാരണം ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ എടാ, അത് ഞാനന്നേ നമ്മുടെ പട്ടീനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ. അപ്പോൾ അവിടെ വെച്ച് ഗേറ്റ് കൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞ് സെപ്റ്റിക്കായി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ലേ. അപ്പോൾ അവിടെ വെച്ച് ഞാനൊരു സിസ്റ്ററിനെ കണ്ടു. അല്ല, അവിടുത്തെ നേഴ്സിനെ കണ്ടു. ആ ആളെനിക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു. അതാ ഞാൻ ഡെയിലി പോയി കാണുന്നത്. ഇന്ന് രാവിലെ പോയപ്പോ അവൾക്ക് ഡേ അല്ല നൈറ്റാണ്. അതാ ഞാൻ ഇന്ന്. അങ്ങനെ വരട്ടെ. അപ്പോ ഇങ്ങനെ ഓരോന്നും നടക്കുന്നുണ്ടല്ലേ. എന്നിട്ട് നീ എന്താടാ ഇത്ര ദിവസമായിട്ട് എൻ്റെ അടുത്തൊരു വാക്ക് പറയാതിരുന്നത്? അല്ലെങ്കിൽ എന്നൊന്ന് കൊണ്ട് കാണിക്കുക ആ കൊച്ചിനെ. അതും ചെയ്തില്ല, ദുഷ്ടൻ. എന്നിട്ട് എന്തായി? ലൈൻ വലിച്ച് അകമ്പി. ലൈൻ സെറ്റായിട്ടൊന്നുമില്ലടാ. എനിക്ക് ആ കൊച്ചിനോടൊരു ക്രഷ്. അപ്പോ അവളുടെ പിന്നാലെ, അല്ല, അവളെ കാണാൻ വേണ്ടിയിട്ട് നടക്കുന്നു. അവളുടെ അടുത്ത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ട് കൂടിയില്ല. ആക്ച്വലി എൻ്റെ പേര് പോലും ആ കുട്ടിക്ക് അറിയില്ല. അതുപോലെ ആ കുട്ടിയുടെ പേര് പോലും എനിക്കറിയില്ല. ജസ്റ്റ് 2 ദിവസം ഒന്ന് കണ്ടു എന്നേ ഉള്ളൂ. അങ്ങനെ കണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച്. എടാ, നിന്നേക്കാൾ കാണാൻ ഭംഗിയുള്ളതും അതുപോലെ പെൺകുട്ടികളെ എങ്ങനെ വളയ്ക്കാമെന്ന കാര്യത്തില് കുറച്ച് ടെക്നിക്കലി എനിക്ക് അറിവുള്ളത് കൊണ്ടും ഞാൻ പറയാം. ഇങ്ങനെ വെറുതെ ഡെയിലി അവളെ പോയി വായി നോക്കിക്കൊണ്ട് അവളൊന്നും വളയാൻ പോണില്ലടാ. അതിനോരോ ഈ ഒരു കാര്യത്തില് നിന്റെ ഉപദേശം എനിക്ക് വേണ്ട. ഞാൻ ഡയറക്റ്റായിട്ട് ആ കുട്ടിയോട് സംസാരിച്ച് കാര്യം ശരിയാക്കിക്കോളാം. അല്ലാതെ നിന്റെ ഈ കുബുദ്ധി വഴി ചെയ്തിട്ട് ഒക്കെ എനിക്ക് ഭാര്യയായിട്ടുള്ളോ. അതുകൊണ്ട് ഈ ഒരു കാര്യത്തില് നിന്റെ ഒരു ഉപദേശം ഞാൻ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. താനെന്താ ഇവിടെ? സിസ്റ്ററെ കാണാൻ വേണ്ടി. എന്നെ കാണാനോ? താനെന്തിനാ എന്നെ കാണുന്നേ? ഞാൻ കുറച്ച് ദിവസമായിട്ട് ചോദിക്കാന്ന് വിചാരിക്ക. തന്റെ കൈ സെപ്റ്റിക് ആയിട്ടില്ല, വേറൊരു കുഴപ്പം പറ്റിയിട്ടില്ല. പിന്നെന്തിനാ ഡെയിലി ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നത്? അതും ഡേയൊന്നും നൈറ്റൊന്നും ഇല്ലാതെ. ശരിക്കും അത് പിന്നെ എനിക്ക് വളച്ചു കെട്ടി പറയാനൊന്നും അറിയില്ല. തന്നെ കണ്ടപ്പോ ഒരു ക്രഷ് അടിച്ചു. ഡെയിലി കാണണമെന്ന് തോന്നി. അതുകൊണ്ടാ ഇങ്ങോട്ട് വരണത്. ആക്ച്വലി താനെന്തിനാ ചിരിക്കുന്നേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഈ ഒരു ലൈഫില് ഇത്ര വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരോടൊന്നും തോന്നാത്ത ഒരു, എന്തോ അറിയില്ല, എന്തോ ഒരു ഫീലിങ്സ് തന്നോട് തോന്നി. അത് ഡയറക്റ്റായിട്ട് തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. തനിക്ക് ഓക്കെ ആണെങ്കിൽ തന്റെ ഫോൺ നമ്പർ. ഞാൻ ഓക്കെ അല്ലെങ്കിലോ? താനെന്താ അങ്ങനെ പറയുന്നേ? താൻ കമ്മിറ്റഡ് ആണോ? ഞാൻ കമ്മിറ്റഡ് ഒന്നല്ല. പക്ഷേ ഒരു പരിചയമില്ലാത്ത തന്നെ 2 ദിവസം കണ്ടതിന്റെ പേരില് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞ അത് പ്രാക്ടിക്കൽ ആണോ? എന്നെ കുറിച്ച് തനിക്ക് എന്തറിയാം? അതുപോലെ തന്നെ കുറിച്ച് എനിക്ക് എന്തറിയാം? ഈ ഹോസ്പിറ്റലില് ഒരുപാട് പേരെ ഞാൻ ഡെയിലി കാണുന്നുണ്ട്. അതിലൊരാൾ മാത്രമാ താൻ. അപ്പോ പെട്ടെന്നൊരു ദിവസം താൻ വന്ന് എന്നെ ഇഷ്ടാന്ന് പറയുമ്പോ ഞാൻ
ഓ, അതാണോ കാര്യം? ഉം, അതിനൊരു വഴിയുണ്ട്. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ നമ്പർ ചോദിച്ചത്. നമുക്ക് സംസാരിക്കാം. സംസാരിച്ച് കുറച്ച് നമുക്ക് അടുത്തറിയാം. അപ്പോ അങ്ങനെ കുറച്ചുകൂടി മനസ്സിലാവുമ്പോ താൻ ഓക്കെ ആണെങ്കിൽ മാത്രം എസ് പറഞ്ഞാൽ മതി. അല്ലാതെ ചാടിക്കേറി പറയണമെന്നൊന്നും ഞാൻ പറയില്ല. ഇനി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടും താൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ തനിക്കത് എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് പറയാം. ഞാൻ പിന്നെ തന്നെ പിടിച്ചു വെക്കാനൊന്നും പോകുന്നില്ല. ആരടി ഫോൺ വിളിക്കുന്നേ? എടുത്ത് സംസാരിച്ചൂടെ? ഏയ്, ഡ്യൂട്ടി ടൈമില് നോ ഫോൺ കോൾ. അത്ര എമർജൻസി ആണെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. ഇത് അവനാ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറില്ലേ എന്നെ അന്വേഷിച്ചിട്ട്? അവൻ അവനോ? അവനെന്തിനാ നിന്നെ വിളിക്കുന്നത്? വിറ്റ് അവൻ നിന്നെ, നീ അവന് നമ്പർ കൊടുത്തു? ആ, കൊടുത്തു. ഇന്നലെ രാത്രി ആശാൻ വന്നിട്ട് കുറേ പഞ്ച് ഡയലോഗ് അടിച്ചു. സോ ഒരു ചാൻസ് കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നി. അതുകൊണ്ടാ നമ്പർ കൊടുത്തു. എടി, നീയാണോ ഈ പറയുന്നത് അച്ഛനൊരിക്കലും വിഷമിപ്പിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടുള്ള മകള് തന്നെയാണോ ഇത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്ത് മന്ത്രാടി അവൻ ചെയ്ത്? ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല. അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. പിന്നെ എനിക്കെല്ലാം എൻ്റെ അച്ഛനായിരുന്നു. ഇപ്പോഴും ആ അച്ഛൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രം. അങ്ങനെയുള്ള ഒരച്ഛനെ ഞാൻ എങ്ങനെയാണ് വിഷമിപ്പിക്കുക? ഇത് എന്തോ അറിയില്ല. എൻ്റെ ജീവിതത്തില് ഒരുപാട് പേര് എന്നോട് ഇഷ്ടമെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരോടൊന്നും തോന്നാത്ത ഒരടുപ്പം എന്തോ അറിയില്ല. അതുകൊണ്ട് ഒരു ചാൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അവന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അടുത്തറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാലോ. അടുത്തറിഞ്ഞിട്ട് മോശമാണെങ്കിൽ നമുക്ക്. താനെന്താ എന്നെ കാണണമെന്ന് പറഞ്ഞേ? തനിക്ക് എന്തായാലും ഇന്ന് ഓഫാ. ഹോസ്റ്റലിൽ എന്തായാലും വെറുതെ ഇരിക്കല്ലേ. അപ്പോ നമുക്കൊന്ന് സംസാരിക്കാം. എന്നെ കുറിച്ച് എല്ലാം ഞാൻ തൻ്റെ അടുത്ത് പറയാം. തന്നെ കുറിച്ച് എല്ലാം താൻ എൻ്റെ അടുത്ത് പറ. നമുക്ക് മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാൻ പറ്റുമോ എന്ന് നോക്കാം. എന്നെ കുറിച്ച് പറയാൻ, എന്റെ പേര് കവിത. അത്ര ക്ലോസ് ആയ എല്ലാവരും എന്നെ കവിന്ന് വിളിക്കും. വീട്ടില് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. പിന്നെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ അച്ഛൻ തന്നെയാണ്. പിന്നെ +2 കഴിഞ്ഞു, നഴ്സിങ്ങിന് വന്നു, നഴ്സിംഗ് പഠിച്ചു. ഇതിനു മുന്നേ ഞാൻ വേറെ സ്ഥലത്തായിരുന്നു ട്രെയിനിങ്. ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തു. അത്ര. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം ആവുന്നേ ഉള്ളൂ. അത്രയൊക്കെ ഉള്ളു എന്നെ കുറിച്ച്. ഇനി ഓക്കെ, എൻ്റെ പേര് കാർത്തിക്. താൻ ഇതുവരെ എൻ്റെ പേര് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. എന്നെ അങ്ങനെ ആരും ഷോർട്ടായിട്ടൊന്നും വിളിക്കില്ല. എല്ലാവരും കാർത്തിക് കാർത്തിക് എന്ന് വിളിക്കാറ്. തനിക്ക് വേണമെങ്കിൽ എന്നെ കാർത്തിക് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ വിളിക്കാം. എൻ്റെ ഒറിജിനൽ വീട് ഇവിടെയല്ല, പാലക്കാടാ. വീട്ടില് അച്ഛൻ, അമ്മ, ഒരു ചേച്ചിയുണ്ട്. ചേച്ചി കല്യാണം കഴിച്ചു. പിന്നെ പറയാൻ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ പേര് പ്രവീൺ എന്നാ. തന്നെ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അവൻ. പിന്നെ ഞാൻ എൻജിനീയറിങ് കംപ്ലീറ്റ് ചെയ്തതാ. ഇവിടെ വർക്ക് ചെയ്യണം. അത്ര. കവി, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ തന്നെ കവി എന്ന് വിളിച്ചോട്ടെ?
കുഴപ്പമില്ലല്ലോ. ഉം, ഞാൻ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പെണ്ണൊന്നുമല്ല താൻ. പക്ഷേ വേറൊരു പെൺകുട്ടിയോടും തോന്നാത്ത ഒരിഷ്ടം തന്നോട് തോന്നിപ്പോയി. അതാ ഞാൻ ഫ്രാങ്ക്ലി ഒന്ന് സംസാരിച്ചത്. എനിക്കൊരു കാർത്തിക്, എനിക്ക് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ എല്ലാം എൻ്റെ അച്ഛനാണ്. ആ അച്ഛനെ വിഷമിപ്പിച്ചിട്ട് ഒന്നും ഞാൻ ഇന്നവരെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ പ്രണയിക്കാണെങ്കിൽ കൂടിയും അച്ഛൻ്റെ സമ്മതത്തോടെ ആളെ കല്യാണം കഴിക്കുന്നത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രണയിക്കാണെങ്കിൽ ആ പ്രണയിച്ച വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കണം. അതാ എൻ്റെ പോളിസി. അല്ലാതെ ടൈം പാസിന് വേണ്ടി നേരം കളയാൻ എനിക്കില്ല. പിന്നെ എൻ്റെ ജോലി, അത് തനിക്ക് നന്നായിട്ട് അറിയാം. ഒരു നേഴ്സായിരിക്കുമ്പോൾ ഫുൾ ടൈം ഞാൻ വർക്കിലായിരിക്കും. അവിടെ എനിക്ക് ഈവൻ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോലും ശരിക്കും സംസാരിക്കാറില്ല. ഡെയിലി രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞ പേഷ്യൻസിൻ്റെ കൂടെ ഇരിക്കുന്നു ഫുൾ ടൈം. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ കടന്നു കഴിഞ്ഞാൽ ശരിക്കും ഫോൺ വിളിക്കാനോ അധികം സംസാരിക്കാനോ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. താനതൊക്കെ താനെന്താ പറഞ്ഞേ? എനിക്ക് ഞാൻ ആക്ച്വലി എനിക്കിപ്പോ ഫുൾ ടൈം എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണമെന്നും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. തിരിച്ച് അതേപോലെ താൻ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി. അത്രേ ഉള്ളൂ. എനിക്കല്ലാതെ ഞാൻ മറ്റു കാമുകന്മാരെ പോലെ ഒന്നുമല്ല. കവി, താൻ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. പക്ഷെ കാർത്തിക്, എനിക്കൊരു വാക്ക് തരണം. ഒരിക്കലും എന്നെ വിഷമിപ്പിക്കരുത്. എൻ്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പായത്. എനിക്കൊരു പോളിസിയുള്ളൂ, സ്നേഹിക്കുന്നത് ആരെയാണോ അയാളെ തന്നെ വിവാഹം കഴിക്കുക എന്നുള്ളത്. സോ അത് തെറ്റിക്കരുത് പ്ലീസ്. എനിക്ക് അത് മാത്രമേ ഉള്ളൂ. താൻ ഓക്കെ ആണെങ്കിൽ എനിക്ക് I love you, Kavi. I love you so much. I love you too, Karthik. உன்னோடு நான் இருந்த ஒவ்வொரு மணித்துறையும் மரணப்படுக்கையில் மறக்காத கண்மணியா. 90 நிமிடங்கள் தொட்டரைந்த காரணம் 800 ஆண்டுகளாய் இதயத்தின் பார்வையிலே சில நிமிடம் ഉയരത്തിൽ നാനും കാറ്റോടെ കലന്തായി നീയും കവി, ഇതാ ഞാൻ പറയാറുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്രവീൺ. ഇതാണ് കവി. ആഹാ, പ്രവീണേട്ടനുണ്ടോ? പ്രവീണേട്ടന്റെ കാര്യം ഈ കാർത്തിക് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടല്ല കാണുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിഷയം? സുഖമായിട്ടിരിക്കുന്നു. ഇവൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. താൻ സുന്ദരിയാ. എടാ, വേണ്ട, എന്റെ പെണ്ണ. ആയിക്കോട്ടെ, അതിനിപ്പോ എനിക്കെന്താ? ഇവളെന്റെ പെങ്ങളുട്ടിയല്ലേ, അല്ലേടി? പിന്നെ എനിക്കൊരു സംശയം കവി, നീ എന്ത് കണ്ടിട്ടാ ഇവനൊക്കെ കേറി പ്രേമിച്ചത്? എടാ തിണ്ടി, എന്റെ കൂടെ നടന്നിട്ട് എന്നെ തന്നെ വാരുന്നു. എനിക്കെന്താടാ മോശം? നിന്റെ അത്രയ്ക്ക് വരില്ലെങ്കിലും എന്നെ കാണാനും നല്ല ഗ്ലാമറൊക്കെ തന്നെ. കിട്ടുന്ന ചാൻസ് നമ്മൾ അങ്ങനെ കളയാൻ പാടില്ലല്ലോ, അല്ലേ കവി? ആയിക്കോട്ടെ, ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കും. ഞാൻ വെറുതെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. കാർത്തികേട്ടാ, ഏ
എന്താ നീ വിളിച്ചേ? കാർത്തികേട്ടാന്നോ? എന്തേ എനിക്ക് അങ്ങനെ വിളിക്കാൻ പാടില്ലേ? എന്തായാലും കാർത്തികേട്ട എന്നെക്കാളും മൂത്തതാ. അപ്പോ അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാനിനി തൊട്ട് അങ്ങനെ വിളിക്കുള്ളൂ. ആ ശരി, നിനക്ക് എന്ത് വേണേലും വിളിക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല. കാർത്തികേട്ടനെന്താ ഇവിടെ? ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മതിൽ ചാടി, അത്രേ ഉള്ളൂ. എന്റെ ഈശ്വരാ, ആരെയും കണ്ടു കഴിഞ്ഞാ അത് മതി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തിനങ്ങ് മതില് ചാടി? എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു. അതിലൊരു ത്രില്ലില്ല. ഇത് ബർത്ത്ഡേ ആയിട്ട് നിനക്ക് സർപ്രൈസ് തരണം തോന്നി, അതുകൊണ്ടാ ഞാൻ മതിൽ ചാടി വന്നു. നീ എന്തിനാ വെറുതെ പേടിക്കുന്നേ? ആരും കാണാനൊന്നും പോണില്ല. ഈ റൂമിലിപ്പോ ഞാനും നീയും മാത്രമേ ഉള്ളൂ. വെറുതെ ഓരോന്നും പറയാതെ വേഗം ഈ കേക്ക് കട്ട് ചെയ്യും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കവി, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു സോ മച്ച്. എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നത്. ഐ ലവ് യു സോ മച്ച്. അയ്യേ, ബർത്ത്ഡേ കരയാന്ന് കാണോ? ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. ആ കണ്ണൊക്കെ തുടച്ചേ, കരയൊന്നും വേണ്ട. ഇനി ലൈഫിലോ നിന്റെ ബർത്ത്ഡേ ഇതുപോലെ ഞാൻ ആഘോഷിക്കും, അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കും. അത് ശരിയാ, ഇനി ലൈഫിലോ നമ്മൾ ഇതുപോലെ തന്നെ ബർത്ത്ഡേ ആഘോഷിക്കും. എൻ്റെ മാത്രല്ല, കാർത്തികേട്ടൻ്റെ. പിന്നെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി. അപ്പോ കഴിഞ്ഞ വർഷം നിന്റെ ബർത്ത്ഡേ അന്നായിരുന്നു നീ എൻ്റെ അടുത്ത്? ഓ മൈ ഗോഡ്, എന്നിട്ട് അന്ന് എന്താടി എൻ്റെ അടുത്ത് പറയാതിരുന്നത്? ഷോ, ഞാനതങ്ങ് വിട്ടുപോയി. അപ്പോ ഇന്നിരട്ടി മധുരം അല്ലേ? കാർത്തികേട്ടാ, ലൈഫിലോ നിങ്ങൾ ഇതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ? എന്നും പറ. ആടി, നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ? ലൈഫിലോ ഇതുപോലെ പ്രേമിച്ചും തല്ലുപിടിച്ചും പിണക്കങ്ങളും ഇണക്കങ്ങളുമായിട്ട് നമ്മൾ ലൈഫിലോ ഒരുമിച്ചുണ്ടായിരിക്കും, അതുപോലെ. അടുത്തന്നെ നാട്ടിൽ പോകണം, കാരണം ചേച്ചിയുടെ മാരേജ് വരുന്നത്. സോ ചേച്ചിയുടെ മാരേജിന് പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് വീട്ടുകാരോട് നമ്മുടെ ഈ റിലേഷനെ കുറിച്ച് പറയണം. എന്നിട്ട് സമ്മതം വാങ്ങിയിട്ട് വേണം. അപ്പോ നാട്ടിലേക്ക് എന്നാ പോണേ? നാട്ടിലേക്ക് നാളെ പോവും. നാളെ വൈകിട്ടാ ട്രെയിൻ. പ്രവീണുണ്ടായിരിക്കും കൂടെ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് അവിടെ കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വരാം. നീയും വാ. ഞാൻ പറഞ്ഞതല്ല നിന്റെ അടുത്ത് വരാൻ, നീയല്ലേ പറഞ്ഞത് ഹോസ്പിറ്റലിൽ നീങ്ങാൻ പറ്റില്ല, തിരക്കാണ്, അതുകൊണ്ടല്ലേ ഒറ്റയ്ക്ക് പോകേണ്ടി വരുന്നതിന്. അത് സാരില്ല, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്തായാലും ഒരാഴ്ച അല്ല 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വരില്ലേ? അത് മതി. പോയിട്ട് ഹാപ്പി ആയിട്ട് കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചു. കവി, can I kiss you? നിങ്ങൾ വന്നോ? എന്തത്ര ലേറ്റ് ആയത്? ട്രെയിൻ ലേറ്റ് ആയതാ അച്ഛാ, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അമ്മയും ചേച്ചിക്ക് എവിടെ? അവരൊക്കെ അകത്തുണ്ട്. ചെല്ല്,
നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. എല്ലാവരും നിന്നെ തന്നെയാ അന്വേഷിക്കുന്നത്. പിന്നെ ഒരു ഗുണമുണ്ട്, എല്ലാം ഈവന്റ് മാനേജ്മെന്റ് കമ്പനിനെ ഏൽപ്പിച്ചത് കൊണ്ട് അധികം ആർക്കും തിരക്കൊന്നുമില്ല. എല്ലാം അവര് നോക്കി. ആ വന്നു രണ്ടും. ചേച്ചിയുടെ കല്യാണത്തിന് തലേദിവസമാണോ നീ ഇങ്ങോട്ട് വരുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഉണ്ണി, ഒരാഴ്ച മുന്നെങ്കിലും വരാൻ. അതിന് പറഞ്ഞാ കേക്കലില്ലല്ലോ നിനക്ക്. എന്റെ അമ്മേ, ഞാൻ ഇങ്ങോട്ട് വന്നല്ലോ, എന്താ പ്രശ്നം? ഇവിടെ എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ഈവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിരിക്കല്ലേ, അപ്പോ അവര് നോക്കിക്കോളും. പിന്നെ ഒരു ആങ്ങളയുടെ സ്ഥാനം അതിലും നിന്ന് തരാം. എന്റെ അമ്മയ്ക്ക് എപ്പോഴും പരാതിയല്ലേ ഉള്ളൂ. ഇനിയെങ്കിലും പരാതി പറച്ചിലൊന്നും ഹായ്, സാറല്ലേ കാർത്തിക്? അതെ, താൻ ആരാ? നിത്യ, ഈ ഈവന്റ് മാനേജ്മെന്റിന്റെ മാനേജറാ. സാറിന്റെ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫോട്ടോസ് വേണമായിരുന്നു. നമുക്ക് ആൽബത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാ. സാറും പിന്നെ കല്യാണപ്പെണ്ണും കൂടിയിട്ടുള്ള ഫോട്ടോസാണ് വേണ്ടത്. സാറിന് ഒറ്റയ്ക്കുള്ളതല്ല. അപ്പൊ ഒന്ന് പെട്ടെന്ന് റെഡി ആയി വന്ന ഫോട്ടോസ് എടുക്കായിരുന്നു. എടാ, റെഡി ആവാതെ നീ ഫോൺ നോക്കിയിരിക്കാണോ? ഓ, അവള് പറഞ്ഞോണ്ട് റെഡി അയച്ചല്ല, ഞാൻ ആരാ? ആദ്യം ഞാൻ എൻ്റെ കവിനെ വിളിക്കട്ടെ, എത്തിയതൊന്നും പറയണ്ടേ, എന്നിട്ട് മതി റെഡി ആവലും അണിഞ്ഞൊരുങ്ങലും മേക്കപ്പ് ഇടലൊക്കെ. ആ, എപ്പോഴും പോലെ തന്നെ, ഇപ്പോഴും സ്വിച്ച് ഓഫ്. ഈ പെണ്ണിനെ വിളിച്ച എപ്പോഴെങ്കിലും ഫോൺ കിട്ടും. ഡ്യൂട്ടി സമയത്ത് ഫോൺ എടുക്കില്ല പോലും. ഇനി നൈറ്റ് ആവണം അവളെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങാൻ, എന്നിട്ടാവും തിരിച്ചു വിളിക്കാൻ. മെസ്സേജ് അയച്ചിടാം എന്തായാലും എത്തിയെന്ന് പറഞ്ഞു. അവള് ഡ്യൂട്ടിയിലായോണ്ടല്ലടാ, അതെപ്പോഴും അങ്ങനെയാണല്ലോ. അവള് ഡ്യൂട്ടി സമയത്ത് ഫോൺ യൂസ് ചെയ്യില്ലാന്ന് നിനക്ക് നന്നായിട്ടറിയാം. അവൾ അത്ര കമ്മിറ്റഡ് ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. നീ അതില് പ്രൗഡ് ഫീൽ ചെയ്യണം, മനസ്സിലായി? ആ, നിന്റെ പെങ്ങളാണല്ലോ ഇപ്പോ. പക്ഷെ ഇത് കുറച്ച് ഓവറല്ലേ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. എന്നാലും സാരില്ല, എൻ്റെ പെണ്ണ് പാവം കഷ്ടപ്പെടല്ലേ, കഷ്ടപ്പെടട്ടെ. നൈറ്റ് വിളിക്കും, അപ്പൊ സംസാരിക്കും. വാ, നമുക്ക് പോയി റെഡി ആയിട്ട് താഴേക്ക് ചെല്ലാം. ഹലോ കാർത്തികേട്ടാ, വിളിച്ചിരുന്നല്ലേ? സോറി, ഇന്ന് പേഷ്യൻസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതാ ഇപ്പൊ ചെറുതായിട്ടൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാൻ ഫോൺ എടുത്ത് വിളിച്ചത്. സാരില്ല, എനിക്ക് അറിയാം നീ തിരക്കിലായിരിക്കുന്നു, അതാ പിന്നെ ഞാൻ മെസ്സേജ് ഇട്ടത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ എന്ത്, പ്രത്യേകിച്ചൊന്നുമില്ല. പറ, അവിടെ എല്ലാരും എന്തെടുക്കുന്നു? അടിച്ചു പിടിക്കുന്നില്ലേ കല്യാണമെല്ലാം? ഇവിടെ എല്ലാരും ഓരോരോ തിരക്കില. പിന്നെ എല്ലാം ഈവന്റ് മാനേജ്മെന്റ് ഏൽപ്പിച്ചുകൊണ്ട് ആർക്കും അത്ര പണിയൊന്നുമില്ല, എല്ലാവരും ചെയ്തോളൂല്ലോ. ഞാനും പ്രവീം ദാ ഗാർഡനിൽ വന്നിരിക്കുക, ചുമ്മാ കാറ്റുകൊള. ഇത്ര നേരം റൂമിലായിരുന്നു. പിന്നെ അവരുടെ വക കുറെ ഫോട്ടോഷൂട്ടും അങ്ങനെ കുറെ പരിപാടികൾ. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഹൽദിയുടെ പ്രോഗ്രാം ഉണ്ട്, അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി തീർന്നു. നീ പറ. കഴിച്ചിട്ടില്ല, ഇന്ന് കഴിക്കാൻ ടൈമേ കിട്ടിയിട്ടില്ല. ശരി കാർത്തികേട്ടാ, ഇവിടെ പേഷ്യൻസ് വന്നു, ഞാൻ നൈറ്റ് വിളിക്കാം. ഓക്കേടാ, ബൈ, ലവ് യു. I love you too, and I miss you so much.
വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. അല്പസമയം കഴിച്ച് വീണ്ടും വിളിക്കുക. എന്തു പറ്റിയാടാ? അവളെ വിളിക്കാന്ന് പറഞ്ഞതാടാ. ഇത്ര നേരമായിട്ടും കാണാത്തോണ്ടാ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചത്. അപ്പോ അവള് ബിസി, വേറെ ആരോ വിളിച്ചുകൊണ്ടിരിക്കുക. അവള് ചിലപ്പോ അച്ഛനെങ്ങാനും വിളിച്ചുകൊണ്ടിരിക്കും. എന്തായാലും കിടക്കാൻ നേരത്ത് ആ വിളി പതിവാണല്ലോ. നമുക്ക് കിടക്കാം, നാളെ നേരത്തെ എണീക്കേണ്ടതല്ലേ. അച്ഛന്റെ മോള് കഴിച്ചായിരുന്നോ വല്ലതും? ആകെ ക്ഷീണിച്ചു പോയി. മുഖമൊക്കെ കണ്ട. അതിനെങ്ങനെയാ നേരത്തിന് ഒന്നും കഴിക്കില്ല. ഹോസ്പിറ്റലിൽ തിരക്കാന്ന് പറഞ്ഞിട്ട് നിനക്ക് നേരത്തിന് വല്ലതും കഴിച്ചൂടെ എൻ്റെ കുട്ടി? പിന്നെ പേഷ്യൻസ് വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവല്ലേ. എൻ്റെ അച്ഛ, എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആശുപത്രിയിൽ നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കഴിക്കാറേ ഇന്നില്ല. നമുക്ക് പേഷ്യൻസിന്റെ കാര്യം നോക്കണ്ടേ? അവരെ നോക്കാൻ ഞങ്ങൾ നഴ്സുമാരല്ലാതെ വേറെ ആരുള്ളത് ഇവിടെ? അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. പിന്നെ അച്ഛൻ ഭക്ഷണം കഴിച്ചോ? കിടക്കാറായില്ലേ? ഇന്നൊരുപാട് ലേറ്റ്. ആ, ഇന്ന് കുറച്ചു നേരം വൈകി. അതിനെങ്ങനെയാ? കഞ്ഞി കുടിച്ച് കിടക്കാൻ നേരത്താണ് നമ്മുടെ പൂവാലി പശുവിന്റെ കരച്ചില് കേട്ടത്. ചെന്ന് നോക്കിയപ്പോ അവള് തൊഴുത്തിന്ന് ഇറങ്ങിപ്പോയി. കെട്ടഴിഞ്ഞു പോയതാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ അവളെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് തൊഴുത്തേ കെട്ടി. എല്ലാം കഴിഞ്ഞ് വന്നപ്പോ ഒരു നേരായി. അതാ. എന്തായാലും മോള് കിടന്നു. നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ലേ. അച്ഛൻ നാളെ വിളിക്കാം. ശരി അച്ഛ, കിടന്നു. അയ്യോ, കാർത്തിക്കേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സമയം 12 ഇനിയിപ്പോ വിളിക്കണ്ട, പാവം. നാളെ നേരത്തെ എണീക്കേണ്ടതല്ലേ, കല്യാണമൊക്കെ ആയിട്ട്. ഉറങ്ങിക്കോട്ടെ, നാളെ രാവിലെ തന്നെ വിളിക്കാം. കാർത്തിക്, താൻ എന്താ ഇങ്ങനെ എപ്പോഴും ഒഴിഞ്ഞു മാറി നടക്കുന്നേ? ഞാൻ പലപ്പോഴായി ശ്രദ്ധിക്കുന്നു. എനിക്ക് ഇതിനൊന്നും പക്ഷെ താല്പര്യമില്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. പിന്നെന്തോ ഒരു മൂഡില്ല, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. മൂടില്ലെന്നോ? പെങ്ങളുടെ കല്യാണമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിന്ന് മൂടില്ലെന്നൊക്കെ പറയുന്നത് എന്തോ എനിക്കങ്ങ് പിടിക്കുന്നില്ല. ഇതൊക്കെ എൻജോയ് ചെയ്യേണ്ടതല്ലേ? ലൈഫിൽ ഒരിക്കലേ കിട്ടൂ. ഒരേ ഒരു പെങ്ങളല്ലേ തനിക്കുള്ളൂ. അപ്പൊ പിന്നെ ഇതൊന്നും എൻജോയ് ചെയ്യാതിരുന്ന എങ്ങനെ ശരിയാവാ? താൻ വാടോ, എന്റെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ അവരൊക്കെ ആയിട്ട് ഒരു കമ്പനി കൂടുമ്പോ താൻ്റെ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും. എന്താ ഇപ്പൊ തന്നെ മൂഡ് ഓഫ് ഒക്കെ മാറി കിട്ടിയോ? ഞാൻ കുറച്ച് സംസാരപ്രിയ. എനിക്കിങ്ങനെ ഒരുപാട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. തിരിച്ചാരെൻ്റെ അടുത്തൊന്നും മിണ്ടിയില്ലെങ്കിലും ഞാൻ ഇങ്ങനെ ഒന്ന് സംസാരിക്കും. അതാ തൻ്റെ അടുത്ത് ഇങ്ങനെ കയറി സംസാരിച്ചത്. വേറൊന്നും തോന്നരുത്. പിന്നെ എൻ്റെ പേര് നിത്യ. എൻ്റെ വീട് വരുന്നത് കോട്ടയത്താ. വീട്ടില് അച്ഛൻ, അമ്മ, ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, 2 പിള്ളേരുണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ ഒറ്റത്തടിയല്ല. എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ അത് ബ്രേക്കപ്പായിട്ട് കുറച്ച് നാളായി. അങ്ങനെ. ഇനി തന്നെ കുറിച്ച് പറ. താൻ അധികം സംസാരിക്കില്ലാന്ന് തോന്നുന്നു. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നിയത്. അറിയില്ല, ഇനി എന്റെ തോന്നലാവാം. ചിലപ്പോ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാത്തതാണ്. ഏയ്, അങ്ങനെയൊന്നുമില്ല.
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് എനിക്കെന്തോ മൂടില്ല, അതുകൊണ്ട്. അല്ലാതെ വേറൊന്നുമല്ല, ഞാൻ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാത്തതോ അങ്ങനൊന്നും ഉണ്ടായിട്ടല്ല. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. എന്താടി, അവൻ ഫോൺ എടുക്കുന്നില്ലേ? ഇല്ലടി, തിരക്കിലാവും. കല്യാണമൊക്കെ അല്ലേ. കുറച്ച് കഴിയുമ്പോൾ കോള് കാണുമ്പോൾ തിരിച്ചു വിളിച്ചോളും. അയ്യോ, തന്നെ കൊണ്ട് തോറ്റു. താനി മാതിരി സംസാരിക്കുന്നു എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. I'm sorry. Actually, I don't know. എനിക്ക് കാർത്തിക്കിനെ I don't know. ഇറ്റ്സ് ഓക്കെ. താൻ കൂളാവും, കുഴപ്പമില്ല. I'm sorry. കാർത്തിക്, താൻ കമ്മിറ്റഡ് ആണോ? അല്ല, ഞാൻ കമ്മിറ്റഡ് അല്ല. ഹലോ, ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാർത്തിക്കേട്ടാ. അപ്പൊ ഫോൺ എടുത്തില്ല. ഞാൻ കരുതി തിരക്കിലായിരിക്കുന്നു. എന്നിട്ടെന്താ കോള് കണ്ടില്ലേ? അല്ല, തിരിച്ചു വിളിച്ചില്ല ഇത്ര നേരായിട്ട്. അതാ ഞാൻ വീണ്ടും വിളിച്ചത്. ആ, ഞാൻ ഇപ്പോഴാ കണ്ടത്. ഫോൺ റൂമിലായിരുന്നു. ഇവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാ. നീ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോ? ആ, ഇപ്പൊ എത്തിയുള്ളൂ. ഇന്നലെ നൈറ്റ് ഏട്ടൻ വിളിച്ചിരുന്നല്ലേ. അച്ഛൻ വിളിച്ചിരിക്കായിരുന്നു, അതുകൊണ്ടാ. പിന്നെ കിടക്കുമ്പോ ലേറ്റായി. ഞാൻ കരുതി ഏട്ടൻ ഉറങ്ങിക്കോട്ടേന്ന്. അതാ ഞാൻ തിരിച്ചു വിളിക്കാതിരുന്നത്. പിന്നെ കല്യാണമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞില്ലേ? ആ, അതൊക്കെ കഴിഞ്ഞു. ശരിയടി, ഇവിടെ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ആ, ഓക്കെ, പോയിക്കോ. ശരി. ആ, കവി, പറ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ എന്നെ വിളിച്ചത്? ഒന്നുമില്ല പ്രവീൺ ചേട്ടാ. അത് കാർത്തികേട്ട അവിടെ ഇല്ലേ? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. കുറെ നേരം ഞാൻ വിളിക്കുന്നു. ഇനി വല്ല തിരക്കിലാണോ അതോ അവിടെ ഇല്ലേന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ആണോ? അറിയില്ല, ഞാൻ ദേ റൂമിലാ, അവൻ പുറത്താ. ഞാൻ പോയി നോക്കട്ടെ. ഞാൻ എന്നിട്ട് അവൻ്റെ അടുത്ത് വിളിക്കാൻ പറയാൻ തന്നെ. ഓക്കെ. ഞങ്ങള് നാളെ പോവും. അടുത്ത പ്രോഗ്രാം എല്ലാം കഴിഞ്ഞല്ലോ. ഇനി തന്നെ എപ്പോഴാ കാണാ? അതിനെന്താ, ഇടയ്ക്ക് കാണാലോ. നിനക്ക് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അതിനൊന്നും പ്രശ്നമല്ല. കാർത്തിക്, ഐ റിയലി മിസ് യു. ശരിക്കും തന്നെ ഒരുപാട് മിസ് ചെയ്യും. ഞാൻ തന്നെ ഒന്ന് കിസ് ചെയ്തോട്ടെ? കാർത്തിക്, കാർത്തിക്, ഞാൻ പോവാ. പിന്നെ കാണാം. ശരി. കാർത്തിക്, നീ എന്താ ഈ കാണിക്കുന്നേ? നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? കവി നിന്നെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ ഒരുപാട് വട്ടം. നീ എന്താ അവളെ ഫോൺ എടുക്കാത്തത്? നിന്റെ അടുത്താ ഞാൻ ചോദിച്ചത്. വാ തുറന്ന് എന്തേലും പറ. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്ക് എന്താടാ പറ്റിയേ? നിനക്കൊരു കാമുകിയുള്ളതല്ലേ? അവളെ മറന്നിട്ട് നീ എന്തിനാ ഇവളുടെ കൂടെ? ഇവള് നിന്റെ ആരാ? സോറി പ്രവി, അത് പിന്നെ എനിക്കറിയില്ലടാ. എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇവളുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് എല്ലാം കഴിഞ്ഞപ്പോ എനിക്ക് പലപ്പോഴും എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലടാ. അതുകൊണ്ട് പറ്റിപ്പോയതാ. സോറി എൻ്റെ അടുത്തല്ല പറയേണ്ടത്, കവിതയുടെ അടുത്താ. നീ കാണിക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ കാണിച്ചത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലല്ല. ഇതിനൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യൂല.
നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ തന്നെയാ. പക്ഷെ അത് പറഞ്ഞ് നീ കാണിക്കുന്ന എന്തിനും ഞാൻ കൂടെ നിൽക്കില്ല. എന്നെ സംബന്ധിച്ച് ഇത് തെറ്റ് തന്നെയാ. ഇനി ഇതുപോലെ എന്തെങ്കിലും ഞാൻ കാണാൻ ഇടവന്ന ഐ സ്വയർ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. എടാ സോറി, ഇനി ഒരിക്കലും ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഐ പ്രോമിസ്. എന്തായാലും നാളെ നമ്മൾ തിരിച്ചു പോവല്ലേ. ഞാൻ കവിനെ കണ്ട് എല്ലാം സത്യങ്ങളും തുറന്നു പറഞ്ഞ് അവളുടെ അടുത്ത് മാപ്പ് പറഞ്ഞോളാം. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ. സോറി. എനിക്ക് എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ലടാ. അല്ലാതെ ഒരിക്കലും കവിനെ ഞാൻ ചതിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. സത്യമായിട്ടും നീ ഒന്നെന്നെ നിന്നെ എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ ഈ കണ്ടത് അതുകൊണ്ട് പറഞ്ഞു പോയതാ. സാരല്ല, വിട്. തെറ്റ് പറ്റാത്തതായിട്ട് ആരുമില്ലല്ലോ. നീ എന്തായാലും ഇനി ഇങ്ങനൊന്നും ചെയ്യരുത്. നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു. എങ്ങോട്ടാണ് കവിതാ മേഡം കാലത്ത് തന്നെ അണിഞ്ഞൊരുങ്ങി കെട്ടിയിട്ട്? എവിടേക്ക് പോവാടി? ഇടി, ഇന്ന് കാർത്തികേട്ട തിരിച്ചു വരും. എനിക്ക് കാണണം. എത്ര ദിവസമായി കണ്ടിട്ടെന്നറിയൂ. ഈ 2 ആഴ്ച സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു. പരസ്പരം ശരിക്കൊന്നും മിണ്ടാൻ പോലും ടൈം കിട്ടിയിട്ടില്ല. എനിക്കിവിടെ തിരക്ക്, ഏട്ടൻ അവിടെ കല്യാണത്തിന്റെ തിരക്ക്, അങ്ങനെ കണ്ട് എല്ലാ പരിഭവവും തീർക്കണം. സോ ഞാൻ വേഗം റെഡി ആയിട്ട് പോട്ടെ. ശരി. ഒരു കുഴപ്പമില്ലാത്ത കൊച്ചായിരുന്നു, ഇപ്പോ വട്ടായി എന്ന് തോന്നുന്നു. വെറുതെ അല്ല കർമ്മന്മാര് പറഞ്ഞത്, പ്രേമം തലയ്ക്ക് പിടിച്ച പ്രാന്താവുന്നു. വെറുതെ അല്ല ഞാനൊന്നും ആരെയും പ്രേമിക്കാത്തത്. എനിക്ക് വയ്യ വട്ടൊന്നും വരാൻ. നമ്മൾ എന്തിനാ ഇതൊക്കെ കുറിച്ച് ആലോചിക്കുന്നത്? വേറെ പണിയുണ്ട്. ഡ്യൂട്ടിക്ക് പോ. ആഹാ, ഇവിടെ വന്നിരിപ്പുണ്ടോ? ഞാൻ കരുതി ഞാനാ ഫസ്റ്റ് എത്താന്ന്. എത്തിയിട്ട് കുറെ നേരായോ? എന്താ വിളിക്കാഞ്ഞേ? എന്തു പറ്റിയാട്ടാ? എന്തൊന്നും മിണ്ടാത്തേ? എന്താ മൂഡ് ഓഫ് പോലെ? എന്തേലും പ്രശ്നമുണ്ടാ? ഉണ്ടെങ്കിൽ പറ, നമുക്ക് പരിഹരിക്കാം. ഞാനില്ലേ കൂടെ? പറയ്, എന്തുണ്ടെങ്കിലും. കവി, അത് എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നീ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പറയാതിരുന്ന ഞാനത് നിന്റെ അടുത്ത് ചെയ്യുന്ന വലിയൊരു തെറ്റാവും. അതുകൊണ്ടാ. അത് സാരില്ല, പറ. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും കേൾക്കാൻ ഞാൻ തയ്യാറാ. ഏട്ടൻ പറഞ്ഞു. കവി, ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം സോറി. ഇവിടുന്ന് പോകുന്നവരെ എനിക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ലടി. പക്ഷേ അവിടെ ചെന്നപ്പോ ഞാൻ ശരിക്കും ഞാനല്ലാതായി മാറി. കവി, കരയല്ലടി. തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ. ഞാനതിന് എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാ. പ്ലീസ്, നീ കരയരുത്. എന്തെങ്കിലും ഒന്ന് പറയടി. അറ്റ്ലീസ്റ്റ് എന്നൊന്ന് തല്ലെങ്കിലും ചെയ്യടി. ഞാൻ അത്രയും വലിയ തെറ്റാ എന്റെ അടുത്ത് ചെയ്യും. ഞാനെന്ത് പറയാന്? എനിക്കൊന്നും പറയാനില്ല. കാരണം ഏട്ടനെ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. തെറ്റ് എന്റെ ഭാഗത്ത് കൂടിയുണ്ട്. ഏട്ടൻ വിളിക്കുമ്പോഴും ഏട്ടൻ മെസ്സേജ് അയക്കുമ്പോഴും പലപ്പോഴും എനിക്ക് റിപ്ലൈ തരാനോ ഫോണെടുത്ത് സംസാരിക്കാനോ പറ്റാറില്ല. അത് എന്റെ ജോലി അങ്ങനെയുള്ളതായതുകൊണ്ടാ. റിലേഷൻഷിപ്പില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം വിശ്വാസവും പിന്നെ
പരസ്പര സംസാരമാണ്. അത് പലപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടാവാറില്ല. ഇപ്പോ സാരില്ല, മേ ബി എന്നെക്കാളും ബെറ്റർ അവളായിരിക്കാം. ഏട്ടൻ നന്നായി കെയർ ചെയ്തിരുന്നിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഏട്ടൻ അവളുടെ അടുത്ത് അങ്ങനെയൊക്കെ. ഇനി ഈ റിലേഷൻ തുടരുന്നതില് അർത്ഥമുണ്ടെന്ന്. കവി, നീ എന്തേ പറയുന്നേ? പറ്റില്ല, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടി. പ്ലീസ്, സോറി, എല്ലാത്തിനും മാപ്പ്. എന്നോട് ക്ഷമിക്ക്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാൻ ഉറപ്പ് തരാം. പ്ലീസ് കവി. വേണ്ടേട്ടാ, കാരണം ഒരു നിമിഷത്തേക്കെങ്കിൽ ഒരു നിമിഷത്തേക്ക് ഞാനുള്ളപ്പോ നിങ്ങൾക്ക് മറ്റൊരു പെൺകുട്ടിയോട് ഒരു ഫീലിങ്സ് തോന്നിയെങ്കിൽ അതിനർത്ഥം നമ്മൾ തമ്മിൽ ശരിയാവില്ലെന്ന് തന്നെയാണ്. അങ്ങനെ ഏട്ടന് എൻ്റെ അടുത്ത് യഥാർത്ഥ പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചാലും ശരി ഏട്ടന് ഒരു പെൺകുട്ടിയോട് ഫീലിങ്സ് തോന്നില്ലായിരുന്നു. അത് ഏട്ടനെന്നല്ല, എനിക്കാണെങ്കിൽ കൂടി. പക്ഷെ അവിടെ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ മറ്റൊരാൾക്ക് വേറൊരാളോട് ഫീലിങ്സ് തോന്നിയ അതിനർത്ഥം ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പ് അതിന് വിലയില്ലെന്ന്. ഇപ്പോ ഏട്ടന്റെ അടുത്തുള്ള ആ ഒരു വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി അതുണ്ടാവില്ല ഏട്ടാ. സോ കവി, പിന്നെന്ത് സംഭവിച്ചു? പിന്നെ ആ പെൺകുട്ടിയുടെ അവസ്ഥക്ക് നീയാ കാരണം എന്ന് പറയാൻ കാരണം എന്താടി? അതിനുശേഷം ഞാൻ ഡിപ്രഷനിലായിരുന്നു ഒരു കൊല്ലത്തോളം. അതൊക്കെ കഴിഞ്ഞ് അന്വേഷിച്ചപ്പോ അറിയാൻ പറ്റി കാർത്തികേട്ടനും ആ പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്ന്. അതുവരെ എനിക്കറിയുള്ളൂ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ എന്താന്നൊന്നും എനിക്കറിയില്ല സത്യത്തില്. പിന്നെ ഞാനായിട്ട് ഏട്ടനൊരു കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ഇവരൊക്കെ എന്താ എന്റെ പേര് പറയണേന്നും എനിക്ക് ഇതറിയാൻ വേറെന്തെങ്കിലും വഴിയുണ്ടോ? കാരണം അവര് പറയുന്നത് ആ കുട്ടിയുടെ അവസ്ഥക്ക് കാരണം നീയാണെന്നാ. അപ്പൊ കാർത്തിക് എവിടെ? അതൊക്കെ ഒരു ചോദ്യചിഹ്നല്ലേ? നിനക്കത് അറിയണമെന്നില്ലേ? വേണം, എനിക്ക് അറിയണം. ആ ഒരു ഇൻസിഡന്റിന് ശേഷം എനിക്ക് അവരായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല. ഇതറിയാൻ ഒരു മാർഗേ ഉള്ളൂ. പ്രവീണേട്ടന് ഞാനൊന്ന് വിളിക്കട്ടെ, അവളോട് ഇങ്ങോട്ട് വരാൻ. നിനക്ക് എന്താ അറിയണ്ടേ? ചോദിച്ചോ. എനിക്കെല്ലാം അറിയണം. കാരണം ഇപ്പൊ എനിക്കതെല്ലാം അറിഞ്ഞേ പറ്റൂ. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കവി, നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. നീ ചെയ്തത് ശരിയാ. നിന്റെ സൈഡിൽ നോക്കുമ്പോ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോ തന്നെ അവൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാ. അന്ന് ബ്രേക്കപ്പിന് ശേഷം നീ ഡിപ്രഷനിലായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. പിന്നീട് കാർത്തികേ അല്ലാതായി മാറുകയായിരുന്നു. നിന്നോടുള്ള പ്രണയം അവൻ അത്രമാത്രം നിന്നെ പ്രണയിച്ചിരുന്നു. നീ വേണ്ട എന്ന് പറഞ്ഞ ആ നിമിഷം തൊട്ട് നിന്നോടുള്ള പ്രണയം അവനൊരുമാതിരി വെറുപ്പായി മാറി. ആ വെറുപ്പ് നിത്യയോടുള്ള പ്രണയമായിട്ട് അവൻ അഭിനയിക്കാൻ തുടങ്ങി. അവനൊരുമാതിരി വെറുപ്പായിരുന്നു എല്ലാത്തിനോടും. സത്യം പറഞ്ഞ നിന്നോടുള്ള
പ്രണയം അല്ലെങ്കിൽ നിന്നെ കിട്ടാത്തതിലുള്ള ആ ഒരു വേദന, അതായിരുന്നു നിത്യയോടുള്ള പ്രണയത്തിന് കാരണം. പക്ഷേ അതൊരിക്കലും യഥാർത്ഥ പ്രണയം ആയിരുന്നില്ല. അവൻ നിന്നോടുള്ള ദേഷ്യം അവളുടെ അടുത്ത് പ്രകടിപ്പിച്ചതാ പ്രണയായിട്ട്. ആദ്യമൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു അവൻ ഓക്കെ ആയിരുന്നു. പിന്നെ വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് അവൻ അവളും തമ്മിൽ വിവാഹം നടന്നു. തുടക്കം നല്ല സ്മൂത്തായിട്ടൊക്കെ തന്നെ പോയിരുന്നത്. പക്ഷേ വിവാഹശേഷം നമുക്ക് ഉത്തരവാദിത്വം കൂടുമല്ലോ. പിന്നീട് അങ്ങോട്ട് എല്ലാം കീഴ്മയും അറിയായിരുന്നു. അവന് നിത്യയോട് ശരിക്കുള്ള പ്രണയം. പിന്നെ എന്ത് സംഭവിച്ചു? നിത്യ എങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിലായി? അത് തന്നെ പറഞ്ഞത്. നീ വിട്ടുപോയ വിഷമത്തിലാ അവൻ നിത്യയെ പ്രണയിച്ചതും വിവാഹം കഴിച്ചതൊക്കെ. വിവാഹത്തിന് ശേഷം അവൻ അവളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതായി. പിന്നീട് എന്നും വഴക്കും ബഹളവും എല്ലായിരുന്നു. കുറെയൊക്കെ ആ കുട്ടി സഹിച്ചു. പിന്നെ പോകെ അവന് തന്നെ മടുപ്പായി. അവൻ ഇല്ലാത്ത കാരണങ്ങളൊക്കെ ഉണ്ടാക്കി ഡൈവോഴ്സ് പെറ്റീഷൻ രജിസ്റ്റർ ചെയ്തു. കോടതി അത് ഡൈവോഴ്സിൽ എത്തിച്ചു. ഡൈവോഴ്സായ അന്ന് ആ കുട്ടി ആ കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴാ ആക്സിഡന്റ് പറ്റി നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്തുന്നത്. കാർത്തിക് ഇപ്പോ അവന്റെ വീട്ടിലുണ്ട്. ഫുൾ ടൈം കുടിയും പുകവലിക്കായിട്ട് അവൻ വീടിന് പുറത്തേ ഇറങ്ങാറില്ല. ആരെയും കാണാൻ പോലും കൂട്ടാക്കാറില്ല. അവന്റെ അച്ഛനും. പ്രവീണേട്ടാ, എനിക്ക് കാർത്തികേട്ടനൊന്ന് കാണണം. കാണാം, ഞാൻ തന്നെ കൊണ്ടുപോവാം. ആരാ ഇത്? കവിതയോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ നാശം കാണാനോ? കണ്ടോ, ഞാൻ നശിച്ചു. നീ പോയതിനു ശേഷം കാർത്തിക് ഇങ്ങനെയാ. കാർത്തിക്കിന് ഒന്നും വേണ്ട, ആരും വേണ്ട. ഏട്ടന്റെ നാശം കാണണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ശരിയാ, അന്ന് ഞാൻ ബ്രേക്കപ്പ് ചെയ്ത് പോയി എന്നുള്ളത് സത്യ. പക്ഷേ ഒരിക്കലും ഏട്ടനെ ഞാൻ ശപിച്ചിട്ടില്ല. ഏട്ടൻ എവിടെ ആയിരുന്നാലും ആരുടെ കൂടെ ആയിരുന്നാലും ഹാപ്പി ആയിട്ടിരിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഏട്ടാ, ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ ലൈഫ് ഇങ്ങനെയായി. പക്ഷേ ഏട്ടൻ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയില്ലേ, അവളുടെ ജീവിതം നമ്മൾ തമ്മിൽ ശരിയാവില്ല എന്ന് കാലം തെളിയിച്ചു. അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഏട്ടന് അവളുടെ അടുത്ത് ഫീലിങ്സ് തോന്നിയത്. അതിന് ഞാൻ ഒരിക്കലും ഏട്ടനെ കുറ്റം പറയില്ല. മനുഷ്യ മനസ്സ മാറും, മറക്കും. ഞാൻ മൂവ് ചെയ്ത് കഴിയും. ഇപ്പൊ ഞാൻ ഓക്കെയാണ്. പക്ഷേ ആ കുട്ടിയുടെ അവസ്ഥയോ, ഏട്ടനില്ലാതെ ആ കുട്ടിക്ക് ജീവിക്കാൻ പറ്റില്ല ഏട്ടാ. നീ മനസ്സിലാക്കിയോ? എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ നീ അത് മനസ്സിലാക്കിയോ കവി? ഇല്ലല്ലോ. എന്നിട്ട് നീ ഇപ്പൊ വേറൊരാൾക്ക് വേണ്ടി എന്റെ അടുത്ത് വക്കാലത്ത് പറയാൻ വന്നതാണോ? ഒരിക്കലും ഇല്ല ഏട്ടാ. ഏട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അങ്ങനെ ഒരു റിലേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഏട്ടന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ എനിക്ക് എപ്പോഴും ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. നമ്മുടെ റിലേഷൻ ഒരിക്കലും സക്സസ് ആവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് ബ്രേക്കപ്പ് ആയത്. അല്ലാതെ ഏട്ടനോട് പ്ലീസ് ഏട്ടാ ഒന്ന് മനസ്സിലാക്ക്. ആ കുട്ടി അവിടെ ആക്സിഡന്റ് പറ്റി എന്റെ ഹോസ്പിറ്റലിൽ കിടക്കാം. ഏട്ടനല്ലാതെ അവൾക്ക് വേറെ ആരുമില്ല. അവളുടെ ലൈഫ് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഏട്ടനെ സാധിക്കൂ. ഏട്ടൻ പറഞ്ഞില്ലേ,
ഏട്ടൻ എന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് എന്നെ മറക്കാൻ പറ്റിയിട്ടില്ലെന്ന്. സോ ഈ കവിക്ക് വേണ്ടി ഈ ഒരു ഹെൽപ്പ് നിനക്ക് വേണ്ടി ഞാൻ ഇനി എന്താ ചെയ്യേണ്ട കവി? പറ. ഞാൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റ് തന്നെ. ചിലപ്പോ ഇതിലൂടെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റിയാലോ? നീ പറ. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാ. ഏട്ടൻ എന്റെ കൂടെ വരണം. എന്നിട്ട് ആ കുട്ടിയെ കാണണം. നിങ്ങള് പഴയ പോലെ ഒരുമിച്ച് ജീവിക്കണം, സന്തോഷത്തോടെ. എൻ്റെ ഏട്ടനെ കൊണ്ട് അത് സാധിക്കും. എനിക്ക് പഴയ കാർത്തികേട്ടനെ കാണാൻ പറ്റണം ഇതിലൂടെ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ട ഞാനും ഹാപ്പി ആവും. പ്ലീസ് ഏട്ടാ, എനിക്ക് വേണ്ടി ഇത് ചെയ്യില്ല. ശരി, നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം. നിനക്ക് വേണ്ടി മാത്രം. നിത്യ, താനിപ്പോ ഓക്കെ ആണോ? അറിഞ്ഞോ അറിയാതെയോ ഞാനും തൻ്റെ ഈ അവസ്ഥയ്ക്ക് ഒരു കാരണമായെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. തൻ്റെ നഷ്ടപ്പെട്ട ജീവിതം, അല്ല, താൻ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ആ ജീവിതം തിരിച്ചു തരാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ വന്നത്. ദാ, നിന്റെ ജീവനെ ഞാൻ നിനക്ക് തിരിച്ചേൽപ്പിക്കുക. കാർത്തികേട്ട, എനിക്കൊരു വാക്ക് തരണം. എന്നും ഇനിതുപോലെ ഇവളുടെ ഒപ്പുണ്ടായിരിക്കുന്നു. ഒരിക്കലും ഇവളെ വേദനിപ്പിക്കരുത്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് ലൈഫ് ലോങ് ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു തീർക്കണം. രണ്ടുപേരും ഇങ്ങനെ ഉണ്ടാതിരിക്കരുത്. നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളൊന്നിച്ച് ജീവിച്ച് എന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും ഹാപ്പി ആയിരിക്കും. അപ്പോ ശരി, ഇനി നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും നാൾ കഴിഞ്ഞതല്ലേ, സംസാരിക്കും. എങ്കിൽ നിത്യ, ഐ എം സോറി. ഞാൻ കാരണം നീ ഒരുപാട് വിഷമിച്ചല്ലേ. ഐ എം റിയലി വെരി സോറി. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ടിട്ട് പോവില്ല. ഐ പ്രോമിസ്. കണ്ടോ ഞങ്ങളുടെ കവിതയെ? ഷീസ് വെരി സ്ട്രോങ്. കണ്ടുപഠിക്ക്. കണ്ടു. പക്ഷേ നീയൊന്നും കാണാത്ത ഒരു കവിനെ ഞാൻ കാണുന്നുണ്ട്. അവളിവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അവള് പോകുന്നത് അവളുടെ മനസ്സിലെ ഒരു വലിയ സുനാമി വെച്ചുകൊണ്ടാ. അതാരും കാണുന്നില്ലെന്ന അവളുടെ വിചാരം. പക്ഷേ ഞാൻ കാണുന്നുണ്ട്. നിനക്കറിയില്ലല്ലോ. നിന്റെ അടുത്ത് പറഞ്ഞു, വിവാഹം കഴിക്കാതെ അവൾ ഇപ്പോഴും ജീവിക്കുന്നതിൻ്റെ ആ ഒരു കഥ. ബ്രേക്കപ്പ് ആയിട്ടും അവളുടെ മനസ്സിൽ നിന്ന് കാർത്തിക് പോയിട്ടില്ല. അതിനി പോകത്തൂല. അവളുടെ മനസ്സ് മുഴുവൻ കാർത്തിയ. വേണമെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ട്, അവൻ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞിട്ടും അവൾക്ക് വേണമെങ്കിൽ അവനെ സ്വന്താക്കായിരുന്നു. അവളുടെ ഒരു വാക്കുമതിയായിരുന്നു, കാർത്തി ഇന്ന് അവളുടെ സ്വന്തമായേനെ. പക്ഷേ അതൊന്നും വേണ്ടാന്ന് വെച്ച് മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം ജീവൻ വിട്ടുകൊടുത്തിട്ടാ അവളീ പോണത്. അവളെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞൊഴുകുന്നത് എനിക്ക് കാണാം.